താലി. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. വണ്ടി ഇടത്തേക്ക് തിരിച്ചതും മിത്തു ശ്രീയുടെ കയ്യിലേക്ക് പിടിമുറുക്കി. ശ്രീയേട്ടാ, ഈ വഴിയൊക്കെ നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഒരു തവണയോ മറ്റോ അല്ലേ വന്നിട്ടുള്ളൂ. മറക്കാൻ പറ്റുന്നതാണോ എന്റെ ജീവിതത്തിൽ നടന്നൊക്കെ? അവളൊന്ന് നിശ്വസിച്ചുകൊണ്ട് അവനെ നോക്കി. ടെൻഷൻ ഉണ്ടോടാ നിനക്ക്? വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെള്ളം വേണോ? അവളുടെ മുഖത്തെ പേടിയും നെറ്റിയിൽ നിറഞ്ഞു നിൽക്കുന്ന വിയർപ്പ് തുള്ളികളെയും കണ്ടവൻ ചോദിച്ചു. വേണ്ട, പക്ഷെ എന്തോ പോലെ. കൂടുതൽ എന്തെങ്കിലും പറയും മുന്നേ ശ്രീ വണ്ടി ഒരു ഇരുനില വീടിനുള്ളിലേക്ക് കയറ്റിയിരുന്നു. ശബ്ദം കേട്ടതുകൊണ്ടാകും ആരൊക്കെയോ സിറ്റോഡിൽ നിന്നും ഇറങ്ങി ഇങ്ങോട്ടേക്ക് നോക്കിയിരുന്നു. പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിട്ട് മനസ്സ് കൈപ്പിടിയിൽ നിന്നും ഊർന്നു പോകുന്ന പോലെ തോന്നി മിത്തുവിന്. ഇത്രയും നേരമില്ലാതിരുന്നൊരു ഭയം തന്നെ മൊത്തത്തിൽ മൂടിക്കെട്ടുന്ന പോലെ തോന്നിയതും മിത്തു ശ്രീയുടെ കയ്യിലേക്ക് മുറുക്കി പിടിച്ചു. ദേവാ, നീ ഓക്കെ അല്ലടി? എന്തെങ്കിലും ഹെസിറ്റേഷൻ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തിരിച്ചു പോവാം. നോ പ്രോബ്ലം. വേണ്ട ശ്രീയേട്ടാ, അങ്ങനെ പോയാൽ അപ്പേട്ടൻ വിളിച്ചത് എന്തിനാണെന്ന് ഞാൻ എങ്ങനെ അറിയും? ആ, അപ്പോ തിരിച്ചു പോകണമെന്നൊരാഗ്രഹം ഉള്ളിലുണ്ടല്ലേ? ശ്രീ കളിയാക്കിക്കൊണ്ട് അവളെ നോക്കി. അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് പിന്നെ വേറെ. അവള് വാക്കുകൾക്കായി തപ്പിത്തടഞ്ഞു. പറഞ്ഞുകൊണ്ടിരുന്നതും ശ്രീയുടെ ഫോൺ ബെല്ലടിച്ചു. ആ, എത്തിയല്ലോ. ഇതെന്താ ഇതുവരെ വരാഞ്ഞെന്ന് ഞാനിപ്പോ കൂടി ഓർത്തതേയുള്ളൂ. ഫോണിന്റെ ഡിസ്പ്ലേ അവൾക്കായി കാണിച്ചുകൊണ്ടവൻ ഫോൺ നൽകി. സതിക്കുട്ടി ഈസ് കോളിംഗ്. അവൾ ചിരിയോടെ കോൾ അറ്റൻഡ് ചെയ്തു. ആ സതിയമ്മേ. എത്തി. കാറിൽ നിന്നും ഇറങ്ങാൻ പോവുകയായിരുന്നു. അപ്പോഴാ അമ്മയുടെ ഫോൺ വന്നേ. ഏയ്, ചെറിയൊരു ടെൻഷൻ. അറിയാം അമ്മേ, എന്നാലും. ഇല്ലമ്മേ, തളരില്ല. അല്ലെങ്കിൽ തന്നെ ഇനിയും എന്നെ തളർത്താൻ പാകത്തിലൊന്നും ആരുടെ കയ്യിലും ഇല്ലല്ലോ അമ്മേ. അവളൊന്ന് നിശ്വസിച്ചു. അപ്പേട്ടനെ കാണുന്നതിനുമപ്പുറം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ചിലരെ ഇനിയും കാണേണ്ടി വരുമെന്നുള്ളൊരു ബുദ്ധിമുട്ട്. അല്ലാതൊന്നുമില്ലമ്മേ. ആ, അറിയാമേ. എന്നാൽ ഈ വീട് കാണുമ്പോ. ശരിയമ്മേ. അറിയാം. ഇല്ല, കരയില്ല. ഇല്ലമ്മ, വാക്ക്. ആ, ഇവിടുണ്ട്, കൊടുക്കാം. ഊറിക്കൂടിയ കണ്ണുനീരിന്റെ മുകളിൽ ചിരിയുടെ ചേലയും മറച്ചു പിടിച്ചുകൊണ്ട് അവൾ ഫോൺ ശ്രീക്കായി നീട്ടി. ആ, അമ്മേ. അറിയില്ല, കുറെ പേരൊക്കെ അവിടെ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഹേ, എന്തിന്? ആദ്യം റിസോർട്ടിൽ നിന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടേക്ക് വന്നാൽ മതിയെന്നുള്ളത് ആര്യന്റെ തീരുമാനമായിരുന്നു അമ്മ. കേട്ടപ്പോ എനിക്കും അതിലങ്ങനെ പ്രശ്നമൊന്നും തോന്നിയില്ല. എന്തുപറ്റി? ഇല്ല അമ്മ, അവൾക്കൊരു പ്രശ്നമില്ല. അഥവാ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ മാറ്റിയെടുത്തോളാം, പോരെ? ഇത് കൊഞ്ചം ഓവറമ്മ. ഇതുക്ക് മേലെ മരുമകൾ പാസം താങ്ക മുടിയിലെ. ശ്രീ നെഞ്ചിലേക്ക് കൈവച്ച് ഉറക്കച്ചിരിച്ചതും മിത്തു ഇതിപ്പോ എന്താ സംഭവം എന്നുള്ള രീതിയിൽ അവനെ നോക്കി. നീ ഇങ്ങനെ കണ്ണു പിടിക്കണ്ട. അമ്മായിമ്മയ്ക്ക് മരുമോളോട് മുടിഞ്ഞ പ്രേമം. അപ്പൊ ഞാനൊന്ന് വോൺ ചെയ്തതാ, അത്രയ്ക്കൊന്നും വേണ്ടാന്ന്. അതിനൊക്കെ ഞാനില്ലേ. എന്തെങ്കിലും ഒബ്ജക്ഷൻസ്? പുരികം പൊക്കി കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ടുള്ള ആ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ അവൾ നെറുകയിൽ കൈതല്ലി മുഖം വിട്ടിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു. ഓ, ഇഷ്ടപ്പെട്ടില്ല. വേണ്ട, നമ്മളില്ലേ. അവൻ ചിരിയോടെ കാറും തുറന്ന് പുറത്തേക്കിറങ്ങി. കളിയും തമാശയുമായി ഓരോന്ന് പറയുമ്പോഴും ഉള്ളിൽ അവനെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന പേരറിയാത്തൊരു വെപ്രാളം ഇടയ്ക്കെങ്കിലും ചട്ടക്കൂടുകൾ പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ വെമ്പുന്നുണ്ടായിരുന്നു. ശ്രീ മിഥുനെ ഒന്ന് നോക്കി. മനസ്സിൽ ഇത്രയും കാലം അടക്കി നിർത്തിയിരുന്ന സങ്കടങ്ങൾ മുഴുവനും പകത്തു നൽകിയതിന്റെ ഒരു ആശ്വാസം ആ മുഖത്തുണ്ട്. എന്തേലുമൊക്കെ ഇതുപോലെ കളിയാക്കിയും ബഹളം വെച്ചും അവളോട് പറയുന്നത് ആ മനസ്സൊന്ന് ശാന്തമാകാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ചിലപ്പോ ആര്യന് മുന്നിൽ പതറിപ്പോയാലോ? അവൻ കാറിൽ നിന്നും ഇറങ്ങി ഇപ്പുറത്തോടെ വന്ന് അവൾക്കായി ഡോറ് തുറന്നു കൊടുത്തു. അവൾ അത് അറിഞ്ഞില്ല. സാരിത്തുമ്പിൽ കെട്ടിയും അഴിച്ചും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരുന്നവളെ അവൻ തോളിലൊന്ന് തട്ടി. ഞെട്ടി അവൾ അവനെ ഒന്ന് നോക്കി. ശ്രീ കണ്ണുകൊണ്ട് ഒന്നുമില്ലെന്ന് ആംഗ്യം കാണിച്ച് പുറത്തേക്ക് ഇറങ്ങാനായി പറഞ്ഞു. ഇതിനകത്ത് ഇരിക്കാനാണോ നീ വന്നത്? പുറത്തേക്ക് ഇറങ്ങിക്ക ദേവ. ശ്രീ പറഞ്ഞതും മിത്തു കാറിൽ നിന്നും ഇറങ്ങി. ആ മണ്ണിലേക്ക് കാലെടുത്തു വെച്ചതും ആദ്യമായി ഇവിടേക്ക് വന്ന ഓർമ്മകൾ അവളിലേക്ക് ആർത്തലച്ച് ചേക്കേറി. ആ ദിവസം എല്ലാവരുടെയും മുഖത്ത് എന്തൊരു സന്തോഷമായിരുന്നു. എന്നാൽ ഇന്ന് പുറത്തിറങ്ങി നിന്ന് തന്നെ നോക്കുന്ന പലരുടെയും മുഖത്ത് 1000 ചോദ്യങ്ങൾ മാറി മാറി വന്നു പോകുന്നത് അവള് കണ്ടു.
വല്യച്ഛന്മാരും അമ്മായിമാരും ചേർച്ചക്കാരും അങ്ങനെ കുറെ പേർ. അവളുടെ കണ്ണുകളുടെ പാച്ചിലിന്റെ വേഗത കണ്ടതും ശ്രീമിത്തുവിന്റെ കയ്യിൽ വിരൽ കോർത്തു. അതുവരെ ഇല്ലാതിരുന്നൊരു ധൈര്യം തന്നിലേക്ക് വന്നു ചേരുന്ന പോലെ തോന്നിയതും മിത്തുവിന്റെ മുഖം അയഞ്ഞു. കുഞ്ഞൊരു പുഞ്ചിരി അവൾ അറിയാതെ തന്നെ എത്തി നോക്കിപ്പോയി. മിത്തു എല്ലാരെയും ഒരിക്കൽ കൂടി നോക്കി. ശ്രീ അവളെ കയ്യും പിടിച്ച് അവിടേക്ക് നടന്നു. ചെരിപ്പൂരിട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങിയതും മിഷേൽ പുറത്തേക്ക് വന്നു. ആര്യന്റെ ബെസ്റ്റ് ഫ്രണ്ട്, കാലങ്ങളായി ഒപ്പമുള്ളവൾ, ഒരുപക്ഷെ ആര്യന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്ന് വേണമെങ്കിലും പറയാം. ഡിവോഴ്സിന്റെ സമയത്തൊക്കെ ആര്യനൊപ്പം ഇവളും ഉണ്ടായിരുന്നു. അവന്റെ ഭാഗത്തുനിന്ന് മര്യാദയുടെ ഭാഷ സംസാരിച്ച ഒരേ ഒരു വ്യക്തി. അതിന്റെ ഒരു ആദരവ് സതിയമ്മയ്ക്ക് ശാന്തനുമൊക്കെ മിഷേലിനോടുണ്ട്. ഹായ്, യാത്രയൊന്നും കുഴപ്പമില്ലായിരുന്നല്ലോ അല്ലേ? അവൾ രണ്ടുപേരും നോക്കി സൗഹൃദത്തോടെ ചോദിച്ചു. വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു മിഷേൽ. ശാന്തനുമാണ് മറുപടി പറഞ്ഞത്. ഹായ് മൈത്രേയി. ഹായ് മിഷേൽ. ആ ആക്സിഡന്റ്, ഇറ്റ് വാസ് റിയലി ബിഗ് ശാന്തനു. ഞങ്ങൾ ഇവിടെ നിന്നിറങ്ങി കുറെ നേരം റോഡിൽ കിടന്നു. ആ സമയത്ത് ട്രാവലിംഗ് പോസിബിളേ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ആര്യന് പെട്ടെന്ന് ഡെസ്റ്റിനേഷൻ മാറ്റേണ്ടി വന്നത്. ഐ തിങ്ക് യു പീപ്പിൾ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം, റൈറ്റ്? വല്ലാത്തൊരു ആകാംക്ഷയോടെയും പകപ്പോടെയും തന്നെ നോക്കി ചോദിക്കുന്നവളോട് ഒരു പുഞ്ചിരി മാത്രം മറുപടി നൽകി കണ്ണുകൾ ദേവയെ തേടിയതും അവള് വർഷങ്ങൾക്ക് പിന്നിലാണ് ഇപ്പോഴും നിൽക്കുന്നതെന്ന് അവന് തോന്നി. ദേവാ, ദേവാ. ആ, അവള് ഞെട്ടിക്കൊണ്ട് എന്നെ നോക്കി. എന്താടോ? ഒന്നുമില്ല ശ്രീയേട്ടാ, ഞാൻ വെറുതെ. അപ്പോഴും മിഷേലിന്റെ കണ്ണുകൾ ദേവയിൽ ഓടി നടക്കുകയായിരുന്നു. മൈത്രേയി, ആർ യു ഓക്കെ? യാ, യെസ്. എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം വേണം. ഓ, ഐ ആം സോറി. നിങ്ങളെ കണ്ട എക്സൈറ്റ്മെന്റിൽ ഞാൻ അകത്തേക്ക് കയറാൻ പോലും സമ്മതിക്കാതെ വാതിൽ തന്നെ പിടിച്ചു നിർത്തി. സോ സോറി, പ്ലീസ് ഗെറ്റ് ഇൻ. മിഷേൽ അവരെയും കൂട്ടി ഹാളിലേക്ക് പോയി. നിങ്ങളിരിക്കെ, ഞാനിപ്പോ വരാം. ഓക്കെ. അവൾ തിരിഞ്ഞിരുന്നും ശ്രീ അവളെ വിളിച്ചു. മിഷേൽ. യെസ് ശാന്തനു. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ആര്യൻ. ആര്യൻ ഇത്രയും നേരവും നിങ്ങളെ വെയിറ്റ് ചെയ്ത് പുറത്തു തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴാ വാഷ്റൂമിലേക്ക് പോയത്. ഒരു 5 മിനിറ്റ്സ്, ഇപ്പൊ വരും. അവൾ അത്രയും പറഞ്ഞതും ശ്രീ ഒന്ന് തലകുലുക്കി. മിഷേൽ അടുക്കളയിലേക്ക് പോയതും ശ്രീ മിത്തുവിന്റെ കയ്യിലേക്ക് കൈവച്ചു. മിത്തു അവനെ നോക്കുമ്പോൾ മറ്റെവിടെയോ നോക്കിക്കൊണ്ട് അവൻ ഫ്ലോറിലെ കാഴ്ചകൾ കാണുന്നു. ശ്രീയേട്ടാ. എന്താടോ? ഇവിടെ അവര് കാണുമോ? ആര്? അപ്പേട്ടന്റെ അച്ഛനും അമ്മയും. ചോദിക്കുമ്പോ വല്ലാത്തൊരു വെപ്രാളം അവളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്തേ, പേടിയുണ്ടോ നിനക്ക്? അതല്ല. പിന്നെ? അങ്ങനെ ചോദിക്കുമ്പോഴും അവൻ അറിയുകയായിരുന്നു ഇത്രയും നേരം അവള് പറയാതെ പറഞ്ഞ പേടി ഒരിക്കലും ആര്യനായിരുന്നില്ല, മറിച്ച് അവന്റെ അച്ഛനും അമ്മയും ആയിരുന്നു എന്ന്. ശ്രീ അവളെ തോളിലൂടെ കൈയിട്ട് തനിക്ക് ചേർത്തിരുത്തി. ഇത് കണ്ടുകൊണ്ടാണ് ആര്യൻ മുകളിൽ നിന്നും ഇറങ്ങി വന്നത്. വണ്ടിയുടെ ശബ്ദം കേട്ടിരുന്നു. ഇവരാകുമെന്ന് ഊഹിച്ചു. നോട്ടം അവരിൽ മാത്രമായി അവന്റെ ചുരുങ്ങി. സ്റ്റെപ്പ് ഇറങ്ങി. പിന്നിലെ അനക്കം കേട്ടാണ് ശ്രീ തിരിഞ്ഞു നോക്കിയത്. ആര്യൻ. ചുണ്ടുകൾ പയ്യനെ അനങ്ങി. പക്ഷെ അത് തീർത്ത പ്രകമ്പനം എത്ര വലുതാണെന്ന് മനസ്സിലായത് സ്വന്തം കയ്യിൽ ചെറുതല്ലായി വീണ മുറിവിൽ നിന്നും ഉണ്ടാകുന്ന ആ നീറ്റിൽ അറിഞ്ഞപ്പോഴാണ്. അപ്പോ എല്ലാ കൂട്ടുകാരോടും നിറയെ നിറയെ ഇഷ്ടം. എന്റെ കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോ അടുത്ത ഭാഗവുമായി പെട്ടെന്ന് തന്നെ കാണാം. നന്ദി.